എൻ്റെ പള്ളിയുടെ മുന്നിൽ അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രായമുള്ളവരിങ്ങനെ പള്ളിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ മതിലിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് വീടി വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു, അത് ആരുടെ മോനാടാ, അവനാക്കില്ല, പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കറ ഇപ്പോഴേക്ക് ചൊല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ. അവസാനം ഈ പയ്യൻ്റെ വാപ്പയെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ നിന്റെ മോൻ പള്ളിയുടെ മുന്നിൽ ആ പ്രായമുള്ളവരുടെ മുന്നിൽ നിന്ന് വീടി വലിക്കുന്നു, അവനോടൊന്ന് പറയണം മാറിയൊക്കെ ഇരുന്ന് വലിക്കാൻ. അവനോട് നിങ്ങൾ പറയണം മാറിയിരുന്നൊക്കെ ഒന്ന് വലിക്കണ്ടെന്നല്ല, ഒന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് മാറിയൊക്കെ ഇരുന്നൊന്ന് വലിക്കാൻ പറയണമെന്ന് ഉപദേശിക്കണം. അപ്പൊ ഈ പയ്യന്റെ വാപ്പ പറയാ, നിങ്ങൾ അവനോട് പറ എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കരുതെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുന്നവനാ. അതാ ഇന്നത്തെ യുവതലമുറ എന്തു പറയുന്നു അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നവരാ ഇന്നത്തെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മക്കളുടെ മുഖത്ത് നോക്കിയാലും നമുക്ക് സമാധാനമില്ല. അപ്പൊ പിന്നെ സമാധാനം എവിടുന്ന് കിട്ടാനാ? എവിടെന്നാ ഇത് കിട്ടുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഖാമിൽ കിടക്കുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുത്തവരാ. അതെങ്ങനെ നേടിയെന്നറിയോ? അത് എങ്ങനെയാണ് സമാധാനം അവർക്കൊന്നുമില്ല. ഹലാലൻ ത്വയ്യിബ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹയാത്തുൻ ത്വയ്യിബ, അള്ളാഹു ഒരു നല്ല ജീവിതം അവർക്ക് കൊടുത്തു. എങ്ങനെയെന്നറിയോ? അള്ളാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിറങ്ങണം. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നും പറഞ്ഞല്ലോ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. വെറും നാവ് കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ. നാവ് കൊണ്ടേ ഞാനും നിങ്ങളും പറയുന്നുള്ളൂ. അത് എന്ന് ഹൃദയത്തിൽ ഇറങ്ങുന്നോ, അള്ളാഹു നിനക്ക് അന്ന് നല്ല ജീവിതം തരും.